ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ലോകത്തിലെ ഏറ്റവും പോപ്പുലർ മ്യൂസിയംസിലൊന്നായ ടീം ലാബ് പ്ലാനറ്റിലാണുള്ളത്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് വേണം കയറാൻ. ഈ മ്യൂസിയത്തിൽ 4-5 ഏരിയാസ് ഉണ്ട്. അതായത് വെള്ളമുണ്ട്, ഓപ്പൺ എയർ ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ ഗാർഡൻ ഉണ്ട്. ഇവിടെ എല്ലാം കയറുന്നതിന് മുമ്പ് നമ്മൾ കുറേ വെള്ളത്തിലൂടെയൊക്കെ കയറി ഇറങ്ങി നമ്മുടെ കാലൊക്കെ കഴുകി തുടച്ചിട്ടുണ്ടാവും. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഏരിയയിലേക്ക് കടക്കുകയാണ്. ഇവിടെ താഴത്തും മുകളിലും ചുറ്റിനും മിറർ, പിന്നെ ഫുള്ള് ലൈറ്റും. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിപ്പോവും. ആദ്യമുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ കഴിയുന്നതും ജീൻസ് ഇട്ടിട്ട് തരാം. സ്കേർട്ടോ ഫ്രോക്കോ ഇടുകയാണെങ്കിൽ ഷോർട്സ് ഇടാൻ മറക്കരുത്. അങ്ങനെ സാഹസികമായി ഒന്നാമത്തെ ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഇരുണ്ട് മൂടിയ വഴികളിലൂടെയൊക്കെ നടന്ന് നമ്മൾ അടുത്ത ഏരിയയിലെത്തി. ഇതാണ് മീൻകുളം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീനുകളാണ്. കാർപ്പുണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, ആമയുണ്ട്. ഇതിലെ വെള്ളം ഒറിജിനലാണ്. വീണ്ടും നമ്മൾ ഇരുട്ടിലൂടെ നടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് അടുത്ത ഏരിയ. ഇതാണ് ബലൂൺ ഏരിയ. ഇവിടെ ഫുള്ള് മിററുണ്ട്, അതുപോലെ ഫുള്ള് ലൈറ്റ് ഉണ്ട്, പിന്നെ മൊത്തം ബലൂണാണ്. മുകളിലും താഴെയും ഒക്കെ ബലൂണുണ്ട്. ഈ ബലൂണൊക്കെ നമുക്കിങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാം. ബലൂൺ കളിച്ച് ക്ഷീണിച്ചിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഇതൊരു ഗാലക്സിയൊക്കെ പോലെ തോന്നി. ഇവിടെ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത്. കുറേ പൂക്കൾ താഴേക്ക് വീഴുന്ന ഒരു ഫീലാണ്. ഒരുപാട് നേരം നോക്കി നിൽക്കാൻ പറ്റില്ല നമുക്ക്, കാരണം തല കറങ്ങുന്നൊരു ഫീൽ ഉണ്ടാവും. ഇവർ പറയുന്നത് ഇത് കിടന്ന് കാണണമെന്നാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ കിടന്ന് പൂക്കൾ വീഴുന്നത് നോക്കിയിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ മുട്ടക്കുന്നിലേക്ക് വിട്ടു. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് സിൽവർ മുട്ടകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും അടിപൊളി സ്ഥലത്തേക്ക് തന്നെ പോയത്. ഇതൊരു തലകുത്തി നിൽക്കുന്ന ഗാർഡനോ ഫോറസ്റ്റോ ഒക്കെ ആണ്. ഇവിടെ വലിയ ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മാക്സിമം 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടീമായിട്ടാണ് ഇവിടെ കയറ്റി വിടുന്നത്. ഒരു ടീം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവരെ ഇറക്കി വിടും, അടുത്ത ടീമിനെ കയറ്റും. ഈ കാണുന്ന കാട് മുഴുവനും ഇടയ്ക്ക് താഴത്തേക്ക് ഇറങ്ങി വരും, പിന്നെ മുകളിലേക്ക് പോകും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും രസമുള്ള ഏരിയ. ഇവിടെ വന്ന് ഈ പൂക്കളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ ഈ പൂ വന്ന് നമ്മുടെ മുഖത്തൊക്കെ തട്ടും. ഇവിടെ ക്യൂ നിന്നിട്ട് നമ്മൾ 4 തവണ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൂക്കളൊക്കെ ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.